മലയാള നാടിൻ്റെ അതിദേവതയാണ് ഭദ്രകാളി. ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലുമുണ്ട്. അത്തരത്തിലൊന്നാണ് തീയാട്ട്. തീയാട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. തീയാട്ട് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന ആചാര അനുഷ്ഠാന കലാരൂപം. രണ്ട് തരത്തിലുള്ള തീയാട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലുള്ള ഭദ്രകാളി തീയാട്ടും അതേപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അയ്യപ്പ തീയാട്ടും. തീയാട്ട് നടത്തുന്ന കലാകാരന് തീയാട്ട് ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. കാഴ്ചയിൽ മുടിയേറ്റിനോട് സാദൃശ്യമുള്ള ഭദ്രകാളി തീയാട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മുടിയേറ്റ് പോലെ തന്നെയുള്ള വേഷപ്പകർച്ചയും ചുവടുകളും വാദ്യങ്ങളും ഒക്കെയാണെങ്കിലും തീയാട്ടിനെ വ്യത്യസ്തമാക്കുന്നത് തീയാട്ട് ഒരു ഏകാംഗ നാടകം ആണ് എന്നുള്ളതാണ്. മുടിയേറ്റിലുള്ളതുപോലെ അസംഖ്യം വേഷങ്ങളോ വാദ്യഘോഷങ്ങളോ തീയാട്ടിന് ഇല്ല എന്നുള്ളതും തീയാട്ടിൻ്റെ പ്രത്യേകതയാണ്. പൂർണ്ണമായും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപം എന്ന നിലയിൽ മുടിയേറ്റിനെ പോലെ തന്നെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് തീയാട്ട് എന്നുള്ളതും. മുടിയേറ്റിനെ പോലെ തന്നെ തീയാട്ടിൻ്റെയും വിഷയം കാളിയുടെ, ഭദ്രകാളിയുടെ ദാരിക ദാനവേന്ദ്രന്മാരുടെയും കഥ ആണ്. കഥയുടെ ആവിഷ്കാരമാണ് മുടിയേറ്റ് എങ്കിൽ കഥാവിവരണം ഭഗവതി തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് തീയാട്ടിലും പറയുന്നത്. അസുരന്മാരായ ദാരികനും ദാനവേന്ദ്രനും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സ്ത്രീകളാൽ മാത്രമേ തങ്ങൾ വധിക്കപ്പെടാവൂ എന്ന വരം നേടുകയും അതിനുശേഷം അവർ നടത്തുന്ന അക്രമങ്ങളിൽ കോപാകുലനായ പരമശിവന്റെ തിരുനെറ്റിയിൽ നിന്ന് ഭഗവതി അവതരിക്കുകയും ഭഗവതി ദാരികൻ ദാനവേന്ദ്രന്മാരുമായി യുദ്ധം ചെയ്യുന്നതും അവിടെ വെച്ച് ദാരിക ദാനവേന്ദ്രന്മാരെ വധിക്കുന്നതും അവരുടെ ശിരസ് പരമേശ്വരന് സമർപ്പിക്കുന്നതും ആണ് തീയാട്ടിൻ്റെയും കഥ. ചടങ്ങുകളിലും മുടിയേറ്റുമായി അഭേദ്യമായ സാദൃശ്യമുണ്ട് തീയാട്ടിനും, അതേപോലെ തന്നെ വേഷത്തിലും. എന്നാൽ അല്പസ്വല്പം വ്യത്യാസങ്ങളും ഉണ്ട് താനും. മുടിയേറ്റിലെ പോലെ വലിയ കിരീടമല്ല, വളരെ ചെറിയ കിരീടമാണ് എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. മാത്രമല്ല മുടിയേറ്റിൻ്റെ പോലെ തന്നെ ഒരുപാട് വേഷങ്ങളോ വാദ്യങ്ങളോ ഇല്ല. ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും അകമ്പടിയോട് കൂടിയിട്ടാണ് തീയാട്ട് രംഗത്ത് അവതരിപ്പിക്കുന്നത്. മുടിയേറ്റിലെ പോലെ സംഭാഷണങ്ങൾ തീയാട്ടിനില്ല. ചുവടുകളും മുദ്രകളുമാണ് തീയാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ കഥയും കഥാംശവും ഒന്നു തന്നെ. അതുകൊണ്ട് തന്നെ മുടിയേറ്റ് പോലെ തന്നെ ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് തീയാട്ട്. ചില കാളീക്ഷേത്രങ്ങളിൽ മുടിയേറ്റിന് ശേഷം ആചാര അനുഷ്ഠാനമായി തീയാട്ടും നടത്തിവരുന്നു. മുടിയേറ്റ് എന്ന് പറയുന്നത് ദാരിക ദാനവേന്ദ്രന്മാരുടെ യുദ്ധം ആവിഷ്കരണമാണെന്ന് പറഞ്ഞല്ലോ. യുദ്ധാനന്തരമുള്ള ദോഷങ്ങൾ ദേവി ഒഴിഞ്ഞു കളയുന്നതാണ് തീയാട്ട് എന്നാണ് പറയുന്നത്. തീയാട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പന്തമൊഴിയൽ എന്നുള്ളത്. ദേവി പന്തം കൊണ്ട് ദാരിക ദാനവേന്ദ്രന്മാരുടെ ദുഷ്ഭരണം മൂലമുണ്ടായ ദുരിതങ്ങളും രോഗപീഠകളും ഭക്തരിൽ നിന്നും അകറ്റുന്നു എന്നാണ് വിശ്വാസം.
മുടിയേറ്റിലെ പോലെ തന്നെ കത്തുന്ന തിലവിളക്കിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കലാരൂപം എന്നുള്ളത് മാത്രമല്ല, മുടിയേറ്റിലെ പോലെ തന്നെയുള്ള ചടങ്ങുകളും തീയാട്ടിന് ഉണ്ട്. കളമെഴുത്തും പാട്ടും ആണ് അതിലെ പ്രധാനം. തീയാട്ട് നടത്തുന്ന കലാകാരൻ അഥവാ തീയാട്ട് ഉണ്ണി തന്നെയാണ് കളമെഴുതുന്നതും മറ്റു പൂജകൾ നടത്തുന്നതും അതിൽ ഭഗവതിയെ ഉപാസിക്കുന്നതും എല്ലാം. ഒടുവിൽ മുടി ശിരസിൽ ധരിക്കുന്നതോടെ കലാകാരൻ ഭഗവതിയായി മാറുന്നു. ഇതാണ് തീയാട്ടിൻ്റെയും മുടിയേറ്റിൻ്റെയും സാരം. മുടിയേറ്റുന്നതാണല്ലോ മുടിയേറ്റ്. അതേപോലെ തന്നെ പന്തം ഒടിയുന്നതാണ് തീയാട്ട് എന്ന് പറയുന്നത്. തീയാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പന്തമൊഴിയൽ. യുദ്ധാനന്തരമുണ്ടായിരിക്കുന്ന ദോഷങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ദേവി തൻ്റെ ശക്തിയാൽ പന്തമൊഴിഞ്ഞ് ഭക്തരിൽ നിന്നും മാറ്റുന്നു എന്നുള്ളതാണ് തീയാട്ടിൻ്റെ ഐതിഹ്യം. കേരളത്തിലെ ചില കാളീക്ഷേത്രങ്ങളിൽ മുടിയേറ്റിന് ശേഷം ഈ കലാരൂപം നടക്കുന്നതും ഇതേ ഐതിഹ്യം കൊണ്ടാണ്. കാളിയുടെ യുദ്ധമാണല്ലോ മുടിയേറ്റിൽ പറയുന്നത്. എന്നാൽ യുദ്ധാനന്തരമുള്ള കാളിയുടെ അനുഗ്രഹവർഷമാണ് തീയാട്ടിൽ പറയുന്നത് എന്നുള്ളതാണ് തീയാട്ടും മുടിയേറ്റും തമ്മിലുള്ള വ്യത്യാസം. തീയാട്ട് എന്ന ക്ഷേത്രാചാര കലയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ചേർന്ന ഒരു കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ ഈ വ്ലോഗിൽ നമ്മൾ അവതരിപ്പിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി.